യെസ് ലെറ്റ്സ് ഗോ. അങ്ങനെ എൻ്റെ ഈ ഒരു ഗ്രാമത്തിലെ ഈ ഒരു വില്ലേജിലെ ഈ ഒരു ഫാമിലിയുടെ കൂടെയുള്ള അവസാന ദിവസമാണ്. മെയ് ബൈ. ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ നെക്സ്റ്റ് ടൈം ഓക്കെ ഓക്കെ കപ്പുങ്കാവ് താങ്ക് യു കപ്പുങ്കാവ് ഓക്കെ ബൈ ബൈ. നമ്മുടെ ഫാദർ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോക്കിയതാണ്. എൻ്റെ കൂടെ ജൂണും വരുന്നുണ്ട് ബാങ്കോക്കിലോട്ട്. ജൂണിനെ ഓൾറെഡി ഫാദർ കൊണ്ടാക്കി. ലെറ്റ്സ് ഗോ. അയ്യോ മിസ്സാവുന്നവരെ. ഐ വിൽ മിസ് ദിസ് പ്ലേസ്. ബട്ട് ഞാൻ നിങ്ങളെയൊക്കെ ഈ വില്ലേജിൽ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഒരു പുതിയ രീതിയിലുള്ള ഒരു ടൂറിസം പ്രോഗ്രാം. അതായത് എല്ലാ ആൾക്കാരും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെ ആളുകൾക്ക് ഉണ്ടാവും. ബട്ട് നമ്മൾ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലസ് ഒരു ഓഫ് ബീച്ചായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അത് ഞാൻ ഉടനെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ അടുത്ത് അനൗൺസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നേരെ ബസ് സ്റ്റേഷൻ. Okay. Bye. Okay. See you next time. Okay. Thank you. Kapungkap. Kapungkap. Bye bye. അങ്ങനെ അച്ഛൻ എന്നെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ടുണ്ട്. ജൂൺ അതിൻ്റെ അകത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ്. ഞാൻ ഇനി ഇവിടെ നിന്നാണ് ബസ് കയറി പോകുന്നത്. കേട്ടോ, നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ജൂൺ അവിടെ ഇരുന്ന് ചിരിക്കുകയാണല്ലോ. ബസ്സിൽ പോകാൻ കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. I saw you somewhere. What's your name? My son. Nice to meet you. You look so beautiful. Thank you. You too, you look handsome. Oh, thank you. Thank you. Handsome, where you from? Huh? Where you from? I'm from Moon. Moon? Yeah. Okay. You sound like you're from Sorry? Nepal. Not Nepal, from the moon. നമ്മൾ ഈ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ, ബാങ്കോക്ക്. Bangkok? ഈ കാണുന്ന ബസ് സ്റ്റേഷനിൽ ഇരുന്ന് ഇവിടെ നിന്ന് ബസ് എടുത്ത് പോകാനായാണ് പ്ലാന്. 1, 2, 3, 4. പക്ഷേ ഇന്നലെ വന്നപ്പോൾ നമ്മൾ ലാസ്റ്റ് പേഴ്സൺ ആണ് കേട്ടോ. അതുകൊണ്ട് ബസ് വേറെ സീറ്റില്ല, ഫുള്ളാണ്. Any plan to do in Bangkok? യെസ്. ബും ബും മസാജ്. Do a massage and paint culture? യെസ്. And then what again? നത്തിങ്. സ്ലീപ്പ്, ഈറ്റ്. നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. Okay, ഓക്കെ. keep the bag down there. ഓക്കെ ഓക്കെ. നമ്മളങ്ങനെ ബസ്സിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഈ കാണുന്നതാണ് എൻ്റെ സീറ്റ്. ആ കാണുന്നതാണ് നമ്മുടെ ജൂണിൻ്റെ സീറ്റ്. നമുക്ക് ബസ്സിൽ തന്ന ഒരു ചെറിയൊരു സ്നാക്സ് ആണ്. ഈ ബസ്സിൽ നമുക്ക് സീറ്റ് ചേഞ്ച് ചെയ്യാനും പോലും പറ്റില്ല കേട്ടോ. ഈവൻ കസ്റ്റമേഴ്സിന് ഓക്കെ ആണെങ്കിലും പാസഞ്ചേഴ്സിന് ഓക്കെ ആണെങ്കിൽ പോലും സീറ്റ് ചേഞ്ച് ചെയ്യാൻ പോലും ഇവർ സമ്മതിക്കില്ല. അത്രയ്ക്ക് വെറും മോശം. മാത്രമല്ല അങ്ങനെ ഒരു നല്ലൊരു പള്ളി എന്താ പറയുക ഇതല്ല. നമ്മുടെ ജൂൺ അവിടെ ഇരിക്കുവാണ്. ബോറിംഗ് ബസ് ജേണി കേട്ടോ. 6 മണിക്കൂർ എന്തോ ഉണ്ട് ബസ്. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 5 മണിയായി എത്തുള്ളൂ. 7-8 മണിക്കൂർ. നമ്മുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ബസ് നിർത്തിയിട്ടേക്കുമാണ്. നല്ലൊരു വലിയൊരു സ്ഥലം. ഇവിടെ ധാരാളം ബസ്സുകൾ. യെസ്, നമുക്ക് അവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കാം. ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നമുക്ക് ഫ്രീ ആണ് ഈ ബസ്സിൽ. ഈ ബസ്സിന് ഞാൻ ഏകദേശം 1200 രൂപ കൊടുത്തു. ആ കാണുന്നതാണ്. പിന്നെ ഇത് വേറെ പല കമ്പനികളുടെ ബസ്സാണ്. ഇതെല്ലാം ബാങ്കോക്കിലോട്ട് പോകുന്ന അത്യാവശ്യം നല്ല ഫാൻസി ബസ്സാണ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ടൈപ്പ് പോലത്തെ ഒരു കമ്പനിയുടെ ബസ്സാണ്. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഭക്ഷണം വേണം. For this bus also they give food for free. Oh, for every bus. Every bus. So we are traveling in a government bus or private? No, it's a company bus, but that's
This lunch include with butt chicken. ആ ഓക്കെ. ബസ് ടിക്കറ്റിൻ്റെ കൂടെ ലഞ്ചും കൂടെ വരും. With me ഓക്കെ. right here on ഈ കാണുന്നത് ഐ ആൾസോ ഗോ വാഷ്റൂം ദെൻ ഐ വിൽ വെയിറ്റ് യു. ഇവിടെ നമുക്ക് കിഡ്സിന് വേണ്ടി ചെറിയൊരു പ്ലേ സെക്ഷന്, നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടുത്തെ വാഷ്റൂം തന്നെ കണ്ടോ, അടിപൊളി വാഷ്റൂം. അല്ല, നല്ല വൃത്തിയും മെനയുണ്ട്, നമ്മുടെ നാടുപോലെ അല്ല. ഇവിടെ നമുക്ക് ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് 10 ബാത്ത് കൊടുത്ത് 30 ബാത്ത് അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. മാത്രമല്ല കേട്ടോ, ഇവിടെ കോണ്ടം വരെ ഇവിടെ അവർ ആക്ച്വലി സെല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 40 ബാത്ത്, അതായത് 120 ബാത്ത്. നമുക്കിതിൽ ക്യാഷ് ഇടുക, എന്നിട്ട് നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാം. ഇവിടെ കുറേ നമ്മുടെ ഗെയിം സെക്ഷന് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ ഭക്ഷണങ്ങളുടെ സെക്ഷൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിൽ halal food. എനിത്തിങ് ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഹലാൽ ഫുഡ് ഉണ്ട്, പിന്നെ നോൺ ഹലാൽ ഫുഡ്. യെസ്, ഞാനിവിടെ നിന്ന് എന്തായാലും കഴിക്കാം എന്തെങ്കിലുമൊക്കെ. ചിക്കൻ വിത്ത് റൈസ്. യെസ് യെസ്, ദിസ് വൺ. ഈ കാണുന്നതാണ് കേട്ടോ നമുക്കുള്ള റൈസ്. യെസ് യെസ്, ഓക്കെ ഓക്കെ. നമുക്ക് കിട്ടിയ കൂപ്പൺ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആഹാരം ഈ കാണുന്നതാണ്. വളരെ ചെറിയ ഭക്ഷണമാണ് നമ്മുടെ. This restaurant is chicken and rice too, and yummy too. ദിസ് വൺ, ഇത് നമ്മുടെ ചിക്കനും റൈസാണ്. പക്ഷേ പിന്നെ ഇത് ഹലാൽ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഹലാൽ ഭക്ഷണം എടുത്തു. ആ കൗണ്ടർ ഫുള്ള് ഹലാൽ. പിന്നെ ഇത് അല്ലാത്ത സാധാ പപ്പായ സലാഡ്, സ്റ്റൂക്ക് പോർക്ക്, ടൊമ്യൂം നൂഡിൽസ്, എന്തോണം ഉണ്ട്. വാട്ട് ഈസ് ദിസ്? Noodle. വാട്ട് നൂഡിൽസ്? Noodle and pork. Noodle and pork. നൂഡിലും പോർക്കും ആണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ഇതുപോലുള്ള പാക്കറ്റ് ഫുഡിൻ്റെയും സംഭവങ്ങളുടെയൊക്കെ ഒരു വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം, നമുക്ക് സാധനമൊക്കെ ഇവിടെ നിന്ന്. ഭക്ഷണം കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് തന്നെ ഈ ബസ്സിലോട്ട് കയറുവാണ്. ഇതുപോലത്തുള്ള ബസ്സുകളാണ് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. ഇവരൊരു നല്ല ഒരു ഇതുമില്ല. ഇങ്ങനെയുള്ള ബസ്സുകൾ നല്ലതാണ് കേട്ടോ ആക്ച്വലി. ഇവിടെ ഒരു വാഷ്റൂമൊക്കെ ഉണ്ട്. വാഷ്റൂം എന്ന് പറയുമ്പോൾ കുഞ്ഞു വാഷ്റൂമാണ് കേട്ടോ. ഇത് തുറന്ന കോമഡിയാണ്. നമ്മളങ്ങനെ ബാങ്കോക്കിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ പാലത്തിൻ്റെ അടിയെല്ലാം ഇവരിങ്ങനെ ആളുകൾക്ക് നടക്കാനും ജോഗിങ്ങിനൊക്കെ വേണ്ടിയായിട്ടുള്ള സ്ഥലമൊക്കെ ആക്കി വെച്ചിരിക്കുവാണ്. അതാണ്ട് വൈകുന്നേരം സമയം 5 മണിയായിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബസ് സ്റ്റേഷനാണ് നമ്മുടെ സദേൺ ഭാഗത്തോട്ടൊക്കെ നമുക്ക് ബസ് എടുക്കാനുള്ള സ്ഥലം. ബാങ്കോക്കിൽ 2-3 സ്ഥലത്തായിട്ട് ബസ് ടെർമിനലുകളുണ്ട്. സൗത്ത് പോകാനും വേറെ ഭാഗത്തോട്ട് പോകാനും പലയിടത്തും പല ഭാഗത്തു നിന്നൊക്കെയാണ് ബസ് കയറേണ്ടത്. ഇവിടെ നമ്മൾ വാഷ്റൂമിൽ പോകുന്നെങ്കിൽ നമുക്കിവിടെ പൈസ 5 ബാത്ത് അവിടെ ഇട്ടിട്ട് പോകണം. അപ്പോൾ 10 ബാത്തൊക്കെ ഉള്ള ആൾക്കാർ ഇതിലിട്ടാൽ നമ്മൾ കോയിൻ അവർ എക്സ്ചേഞ്ച് ആക്കി ചെറുതാക്കി തരും. അതുകൊള്ളാലോ പരിപാടി. കോയിൻ എക്സ്ചേഞ്ചർ ഉണ്ട്, കോയിൻ എക്സ്ചേഞ്ച് ബൂത്ത്. വാഷ്റൂമിൽ പോകാൻ വേണ്ടിയുള്ളവർക്കാണ്. നമ്മളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് ഇനി ഹോട്ടലിലോട്ട് പോവാണ്. ഹോട്ടലിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മുടെ ബുദ്ധ മതത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ അവരുടെ പ്രെയറുടെ ഇതാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? പിന്നെ ഇവിടെ നമ്മുടെ വെയിറ്റ് നോക്കാനുള്ള ഇതുണ്ട്. വെയിറ്റ് ഒരു ഭാഗത്ത് ഇട്ടിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം. ഞാൻ എൻ്റെ വെയിറ്റും എൻ്റെ ബാഗിൻ്റെ വെയിറ്റും കൂടെ എല്ലാം കൂടെ നോക്കട്ടെ. ഇത് 1 ബാത്ത്. ആദ്യം നിൽക്കുക, ഇടുക. 95 കിലോയാ. 95 കിലോ. അപ്പോൾ ഈ 95 കിലോ എന്ന് ഞാൻ മാത്രം നിന്നാൽ എൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ബാഗ് മാത്രം നിർത്തിയാൽ എൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും അല്ലേ? നോക്കട്ടെ. എൻ്റെ വെയിറ്റ് അറിയാൻ ഞാൻ വീണ്ടും ഒരു ഭാഗത്ത് 79 കിലോ. 79 കിലോ. 79 കിലോ ഉണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും കിലോ കൂടിയത്. 79 കിലോ. അപ്പോൾ 79, 95. ഈ ബാഗ് 15 കിലോ അടുപ്പിച്ചുണ്ടോ? അത്രയുണ്ടോ? ആകെ ഫ്ലൈറ്റിൽ എനിക്ക് 7 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനൊരു
ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ ഒരു ട്രിപ്പ് പോവും. അത് വേറൊരു സ്ഥലത്തോട്ടാണ്, ഫ്ലൈറ്റ് എടുത്താണ് പോകുന്നത്. അപ്പോൾ എനിക്ക് 7 കിലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാഗ് ഒളിപ്പിച്ച് വെച്ചിട്ട് പോവാം. നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാനം നോക്കിക്കേ, കറുത്തിരുണ്ട് മഴ വരുന്ന കോളുണ്ട്. വലിയ മഴയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടിപൊളി കളർഫുൾ മാർക്കറ്റ്. ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ള മാർക്കറ്റാണ്. ഫുഡാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അടിപൊളി മാർക്കറ്റ് കേട്ടോ സ്ഥലം. ഇത് കരിമ്പ് ജ്യൂസാണോ? കരിമ്പ് ജ്യൂസ് ഇവിടെ ടോഫു ഉണ്ടല്ലേ. ഇവിടേക്കുള്ള സ്ട്രീറ്റ് ഫുഡിന്റെ ക്വാളിറ്റി അതാണ് കേട്ടോ പ്രധാന സംഭവം. ഇവിടുത്തെ ക്വാളിറ്റി ഉണ്ടോ? No meat, വീഗൻ ടോഫു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും വൃത്തിയാണ് ഏതെങ്കിലും സ്ട്രീറ്റ് ഫുഡിന്. ഈ സാധനം ട്രൈ ചെയ്തോട്ടെ, കൊള്ളാമോന്ന്. എനിക്കെന്തായാലും ഇനി കഴിയണം. ഇവിടെ വന്ന കൺഫ്യൂഷനാണ് കേട്ടോ ഒരു പരിധി വരെ. നമ്മുടെ ഇവിടെ നിന്ന് ഞാൻ റൈസും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഇത് കാണാൻ തന്നെ എന്ത് ക്യൂട്ടല്ലേ. ക്യൂട്ട് വെരി ക്യൂട്ട്, ബ്യൂട്ടിഫുൾ. ഇവിടെ ഇന്ന് മഴ വന്ന് തകർക്കുമെന്ന് വന്ന്. ഇവിടെ ഇത് പന്നി ഇറച്ചിയാണ്. ഇതിന്റെ വലിപ്പം നോക്കിയേ. കുറേ ഫുഡുണ്ട് ഇവിടെ, പലതരത്തിലുള്ള ഫുഡ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെയുള്ള നല്ല ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നേനല്ലേ. ഞാനിവിടെ നമ്മുടെ സ്റ്റിക്കി റൈസ് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പും കാപ്പ് നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ ഈ കാണുന്ന. അയ്യോ എന്താ രസം. ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ഐറ്റംസ്. നമ്മൾ ഇനി ഹോട്ടലിലോട്ട് പയ്യെ പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ എല്ലായിടത്തും റൈസ് ഉണ്ട്. ഇവിടെ മഴ ആയതുകൊണ്ട് അവർ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി മഴ. അതാ കാറ്റൊക്കെ ഉണ്ടോ? അയ്യോ നല്ല മഴ. അവസാനം ബസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തെ ടാക്സിയിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ടാക്സി എന്ന് പറയുമ്പോൾ മീറ്റർ ഇട്ട് ഓടുന്ന ടാക്സിയാണ്. നമ്മൾ മീറ്റർ ഇട്ട് പോകാൻ കേട്ടോ. കാരണം ഇപ്പം മഴ സമയത്തും ഈ ഒരു വൈകുന്നേര സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നല്ല തിരക്കുമായിരിക്കും. മാത്രമല്ല നല്ല പൈസ ആയിരിക്കും ടാക്സിക്കെല്ലാം. ഇതിലോട്ടോ വണ്ടി. ഓക്കെ, ഉള്ളിലോട്ട് കയറട്ടെ. നല്ല മഴ കേട്ടോ, നല്ല രസമുള്ള മഴ. പക്ഷേ ഇവിടുത്തെ മഴ. ഹലോ സവാദിക്കാപ്പ്. ഇവിടുത്തെ ടാക്സി മീറ്ററിൻ്റെ ഏറ്റവും ഇതെന്ന് പറയുമ്പോൾ 35 ബാത്താണ്. 35 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 100 രൂപയൊക്കെ. 100 രൂപയാണ് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഇത്. നമ്മളങ്ങനെ ടാക്സിയെ വിട്ടു. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജൂൺ എന്നെ ഹോസ്റ്റ് ചെയ്തില്ലേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പരിചയമുള്ള ജൂണാണ് എന്നെ അന്ന് ഹോസ്റ്റ് ചെയ്തത്. എൻ്റെ ട്രാവലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അവൾക്ക് ഇതുപോലെ ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമുള്ള കേട്ടോ എല്ലാം ഹോസ്റ്റ് ചെയ്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് അന്നൊരു ദിവസം അവൾ എവിടെയോ കറങ്ങാൻ വേണ്ടി പോയി പുറത്തോട്ട്. അപ്പോൾ എനിക്ക് റൂമിൻ്റെ കീ ഇവിടെ കൊടുത്തിരുന്നു. എന്നിട്ട് ഞാൻ റൂമിലെത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യും, നീ സ്ട്രേഞ്ചർ അല്ലേ, നീ ആരാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ പിന്നെ നമ്മൾ കമ്പനി ആയതാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. ആണ് അവരുടെ ഫാമിലിയിലെത്തി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ സ്ഥലത്തോട്ട് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ജൂൺ ഓൾറെഡി ഒരു 1.5 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവിടെ വീണ്ടും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അവൾ എല്ലാ ആഴ്ചയിലും ഇവിടെ വരും കേട്ടോ. പഠിക്കാൻ വേണ്ടി വരും. ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. What? Law is mean handsome. Me law? You law too? Yeah, thank you. എന്നാ മോളെന്തായി കെട്ടിച്ച എനിക്ക്. If I'm handsome, tell her. If she has any daughter, I'll marry then. Me. You have daughter, I'll marry. You don't have daughter? You can marry her. No. How old are you? That cannot marry me. Yeah, you are big, you know. Yes. Yeah, you are like my mom. She 30 year. Yeah, I'm small. 30 บอกเข้าไป You can marry her. No. My, Can I you see? like my same my son. Yes, you are May. You are my May. Yes.
പനി റെസ്റ്റോറൻറ്റ്. യെസ്, മൈ പാസ്പോർട്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട്. you just 2019. ജൂണിന് 28 വയസ്സുണ്ട്. 1997. ഞാൻ ജനിച്ചത് 2000. എനിക്ക് 24 വയസ്സ്. ഉടൻ 25 വയസ്സാവും കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. I am cute when I am smiling. Yeah. Oh. Xem như diễm như lò. Oh no. Every Thai people saying I am cute, but no Indian people say I am cute. They say ugly. My family say I am ugly. Especially my sister always say I look so ugly. Really? Yes. No. Yeah, but Thai people everyone say I'm cute, handsome. Yeah, very smart. I think I'll find my wife in Thailand. Good. Thank you. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവാണ്. Where is our room? Here. That's your room. The same place there or up or down? Where is that? Which room number? Oh, and it's so far. മുകളിലോട്ടാണല്ലോ. യെസ്, അങ്ങനെ നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മണമുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ 410 റൂം നമ്പർ. They don't have this room. Have what? Wow, it's so big room. So, but smaller than that. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി ചെറിയ റൂം കേട്ടോ. ചെറിയ ബെഡാണല്ലോ. യു സ്ലീപ്പ് ഡൗൺ, ഐ സ്ലീപ്പ് ഓൺ ദ ബെഡ്. ഓക്കെ ഓക്കെ. Anything for you. എനിത്തിങ് ഫോർ മീ. ഓക്കെ. കോംപ്ലിമെന്ററി ആയിട്ട് ബ്രഷും പേസ്റ്റും ഒന്നുമില്ല ഇവിടെ. ആകെ വെള്ളമുണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഈ കാണുന്നതാണ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ്. തായ്ലൻഡിന്റെ ഫേമസ്. ഇത് കോക്കനട്ട് മിൽക്കാണ്. ഇത് ആക്ച്വലി കുറച്ച് സ്റ്റിക്കി റൈസ് ആണ്, പക്ഷേ കുറച്ച് സ്വീറ്റ് ആണ്. ഇവിടെ മാംഗോ. ഇത് ഞാൻ കഴിച്ച് കൊള്ളൂല കേട്ടോ. ചിക്കനും ചോറും കൊള്ളൂല. ജൂണൊന്നും കഴിക്കുന്നില്ല. ജൂണ് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം കിടന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. അവസാനം ഞാൻ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എണീറ്റു. നമ്മുടെ ജൂണാണെങ്കിൽ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി. അവൾക്ക് എന്തോ ഒരു ഹോസ്പിറ്റലിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വെൽനസ് സെൻറ്ററിലോട്ട് പോവാണ്. നമുക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ. ഹലോ സവാദിക്ക, ഗുഡ് മോർണിംഗ്. ഓക്കെ, സീ യു. അങ്ങനെ ഞാൻ ബസ് കയറി. ഇനി പുറത്തോട്ട് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ്. ബസ് നോക്കട്ടെ. ഇതിനുള്ളിൽ നമ്മളെ എമിക്കുട്ടിയില്ലേ, എമിക്കുട്ടി എന്നെ ഹോങ്കോങ്ങിലോട്ട് പോകാൻ വേണ്ടി വിളിക്കുകയാണ്. ഇതാ ഹോങ്കോങ്ങിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ സമയത്തുണ്ട്. ഇത് അയച്ചു തരാണ് കേട്ടോ. കാരണം ഹോങ്കോങ്ങിൽ നമുക്ക് വിസ വേണ്ട. എമിക്കുട്ടിയുടെ അമ്മയോട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, അവർ ഹോങ്കോങ്ങിലോട്ട് പോവാ, നീ ഹോങ്കോങ്ങിലോട്ട് പോവാ. അപ്പോൾ എനിക്കും അവളുടെ അമ്മയെ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ നാളായി. പക്ഷേ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ 5000 രൂപ കേട്ടോ. അതുകൊണ്ട് ഞാൻ മടിച്ചിരിക്കുവാണ്. 5000 രൂപ എടുത്ത് പോകാനുള്ള അവസ്ഥയിലല്ല ഇപ്പം. കാരണം ഇപ്പം കുറേ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം മടിച്ചിങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് എമിക്കുട്ടിക്ക് എന്താ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും എൻ്റെ അടുത്ത് വീഡിയോകളൊക്കെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറയുവാണ് കേട്ടോ. ഞാൻ നോക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി നമ്മുടെ ഫ്രണ്ടിലെ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ ഒരു നാഷണൽ മോണുമെൻ്റ് ആണ് കേട്ടോ. ആ കാണുന്നത് ഇവിടെ ബാങ്കോക്കിലെ തായ്ലൻഡിൻ്റെ ഒരു നാഷണൽ മോണുമെൻ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഒരു പഴയ ബസ്സാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെൽനസ് സെൻറ്ററിൽ പോയിട്ട് ഒരു സ്പാ ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്പായും മസാജും ഒന്ന് ബോഡിയെല്ലാം വീണ്ടും നേരാക്കണം. തായ്ലൻഡ് വന്നാൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് മസാജാണ്. ഈ കാണുന്നത് നമ്മുടെ സിയാം എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഭാഗത്തെ ഏരിയ ആണ്. അതിൻ്റെ മുകളിലത്തെ ഒരു ഫ്ലൈ ഓവറാണ് അവിടെ കാണുന്നത്. നടപ്പാതകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനും മറ്റുമായിട്ടുള്ള ഒരു നടപ്പാതയാണ്. എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു റോഡിൻ്റെ മുകളിലുള്ള നടപ്പാത ഇവരാക്കി വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ബാങ്കോക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ഥലം കൂടിയാണിതാ. ഇവിടെ നമുക്ക് ബാങ്കോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ സിയാം ഏരിയ ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. ഫൈനലി നമ്മുടെ സ്പേസിലോട്ട് വന്നത്. ഹലോ സവാദിക്ക. ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. പലതരത്തിലുള്ള റോയൽ തായ് ഫേഷ്യൽ മസാജിന് അതിന് 3000 രൂപയാണ്. ഗോൾഡൻ ഗ്ലോ ബോഡി പോളിഷ് അതിന് 1300, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 4000 രൂപ അടുപ്പിച്ച് വരും. പലതരത്തിലുള്ള സംഭവങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു തരുവാണ്.
അങ്ങനെ അവസാനം ഞാൻ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് എല്ലാം സ്മെല് ചെയ്യാനായിട്ട് അവർ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നോക്കാം ഏതാണ് വേണ്ടത്. ഞാൻ ഒരു 60 മിനിറ്റിൻ്റെ എവിടെയാ 1 മണിക്കൂറുള്ള തായ് ജാസ്മിൻ ബാമിൻ്റെ ഒരു സ്പാ എടുത്തിട്ടുണ്ട്, ഒരു തായ് മസാജ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാനൊരു ASMR ലീഗൽ തായ് സെറനിറ്റി എന്ന് പറയുന്ന വേറൊരു ഹെയർ വാഷും അതിന് തന്നെ 2000 എല്ലാം കൂടെ 5000 രൂപ ഇതിന് വരുന്നുണ്ട്. ഇതിന് വരുന്നത് ഒരു 1500, ഒരു 2000 രൂപ ഉണ്ട്. എല്ലാം കൂടെ 10,000-8,000 രൂപയുടെ പാക്കേജാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സവാദിക്ക, താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? I'm Jan. ജാൻ. നൈസ് ടു മീറ്റ് യു ജാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ സ്ഥലം. നമ്മുടെ സിയാം സ്ക്വയറിൽ തന്നെയാണ് എന്താ പറയുക ഇത് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസിയാണ് കേട്ടോ. സിയാമിൽ വന്നിട്ട് നമുക്ക് അടുത്തുള്ള മാളിൽ വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ മതി. ഇവരുടെ സ്ഥലത്തിൻ്റെ പേര് ജയ് ചാൻ സ്പാ എന്നാണ്. കണ്ടേ, ജയ് ചാൻ സ്പാ ആൻഡ് മസാജ്. നമ്മളങ്ങനെ അടിപൊളി സ്ഥലമാണല്ലോ ഇത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ 2 ഐറ്റം വന്ന് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ഒന്ന് തായ് മസാജ്, പിന്നെ തായ് മസാജ് അല്ലാതെ പിന്നെ വേറൊരു ഹെയർ സ്പായും കൂടെ ചെയ്യാൻ വേണ്ടി പോവാം. ആദ്യം ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ്. നമുക്ക് അവരൊരു ഡ്രസ്സ് തന്നിട്ടുണ്ട്. ഈ കാണുന്ന ഡ്രസ്സ് ഇടണം. ലോക്കൽ സ്ഥലത്തൊന്നും ആകെ വല്ല ഒരു ഇതേ തരുള്ളൂ കേട്ടോ. അതായത് ഒരു ചെറിയ ടവല് തരും, അത് ഇട്ടുകൊണ്ട് കിടക്കണം. അല്ലാത്ത സ്ഥലത്ത് ഇതുപോലത്തെ നല്ല വലിയ പാവാടയൊക്കെ തരും. പാവാട അല്ല, ഇത് വലിയൊരു പാൻ്റാണിതാ. അടിപൊളി. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇവർ VIP റൂമൊക്കെയാണല്ലോ. ഇവിടെ നമുക്ക് VIP റൂമൊക്കെയാണ് തന്നിട്ടുള്ളത്. VIP റൂം വേറെ ലെവലാണ് കേട്ടോ. അതാണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കിക്കേ. ഇതൊക്കെ എന്താ? തല വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പൊക്കെ. നമ്മുടെ മസാജിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആദ്യം പുറകിലോട്ടാണ് കിടക്കേണ്ടത്. മസാജ് നമ്മൾ അത്ര വിചാരിക്കുന്ന എളുപ്പമല്ല കേട്ടോ. ഉഴുതി മറിക്കും. ഇതിലുള്ള മസാജ് തീർന്നു. ഇനി മുകൾ ഭാഗമാണ് കേട്ടോ. ഓക്കെ ഓക്കെ. എൻ്റെ ഇവിടെ ഭയങ്കര പെയിനിങ് കേട്ടോ. വൈ പെയിനിങ്? Why painting here? Your camera. ബാഗൊക്കെ ഇങ്ങനെ തൂക്കി വെക്കുന്നത് കൊണ്ടും ക്യാമറ ഇങ്ങനെ ആക്കുന്നില്ലേ ഇങ്ങനെ. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ആക്കുമ്പോൾ ഭയങ്കര പെയിന്. ചില സ്ഥലങ്ങളാക്കുമ്പോൾ നല്ല പെയിനുണ്ട്. എൻ്റെ ചന്തിയുടെ അവിടെ ആക്കിയപ്പോൾ ഭയങ്കര പെയിനായിരുന്നു. കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ നടക്കുന്നതുകൊണ്ട്. അവർ കഷ്ടപ്പെടുവാണ് കേട്ടോ. തായ് മസാജ് കഴിഞ്ഞു. ദേഹമെല്ലാം ഭയങ്കര വേദന കേട്ടോ. തായ് മസാജ് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന സുഖമല്ല, റിലാക്സേഷൻ അല്ല, പെയിനാണ്. കാരണം മസിൽസ് എല്ലാം ടൈറ്റായി കിടക്കുന്ന മസിൽസ്. ഓക്കെ 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 ഓക്കെ. നമ്മൾ അടുത്ത ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. സോറി, ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഹെയർ സ്പായും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന സാധനമാണ് കേട്ടോ രണ്ടാമത്തെ കോസ്റ്റ്യൂം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. മറ്റേ പഴശ്ശിരാജേര കനിഹ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ. നമ്മുടെ പാവാട ഇല്ലേ, പാവാട മുകളിലോട്ട് വെച്ചിരിക്കുന്ന അതുപോലത്തെ ഡ്രസ്സാണ്. ഷർട്ട് ഇടാതിരിക്കുന്നത് ഇതിനെക്കാട്ടി കൊള്ളാം കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പോലെ.
അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാം അല്ലേ? പുള്ളിക്കാരി പറയാണ് കൂടുതൽ ഫോട്ടോസ് എടുത്തോളാം. എൻ്റെ നൈറ്റി വാട്ട്സ് യുവർ നെയിം? Nikki ค่ะ Nikki? Nikki. Oh, okay. You are from Bangkok? ค่ะ Yes. Okay. ഇതാണ് ഇവരുടെ സ്ഥലം. Okay. Where should I sit? How? We start? Okay. Yes. I go here. Yes. Like this. നല്ല തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പ്. യെസ്, അങ്ങനെ അടുത്ത പരിപാടി. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അറിയാ വാട്ട് ആർ യു ഗോയിങ് ടു ഡു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ആക്ച്വലി ഇവരെന്നെ വിളിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ഇതൊക്കെ വന്ന് ചെയ്യുമെന്ന്. 10,000 രൂപയുടെ സംഭവമാണ്. അവരെന്നെ വിളിച്ചു, ഞാൻ വന്നു ചെയ്യുന്നു. ഞാൻ അവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ കൂടെ എടുത്ത് കൊടുക്കുന്നു. കൊള്ളാരോ, വളകിലിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. മെഡിറ്റേഷൻ ആണെന്ന് തോന്നുന്നു. ഇത് ഒരു ASMR ആണ് കേട്ടോ, നമ്മുടെ ഒരു റിലാക്സിങ് കൂടെ കിട്ടുന്ന രീതിയിലുള്ളത്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. മൽപ്പീലി കൊണ്ട് തടവൽ കൊള്ളാം സംഭവം. ഇനി അടുത്ത എന്താന്തോ കിലുക്കം, വെള്ളത്തിൻ്റെ സൗണ്ട്, പിന്നെ മയിൽപ്പീലി. പാമ്പൊന്നും ഇല്ലല്ലോ. I'm excited for next. പുള്ളിക്കാരിയുടെ ഇംഗ്ലീഷ് വന്നാൽ പുള്ളിക്കാരി ഇംഗ്ലീഷ് വന്നുള്ള ശബ്ദം. തണുത്ത് മരവിക്കുന്നു. ഞാനങ്ങനെ ഒരു ബ്ലാങ്കറ്റ് കൂടെ ചോദിച്ചു. എന്തൊരു തണുപ്പോടെ, തണുത്ത്. എൻ്റെ മുഖത്ത് എന്തൊക്കെയാണ് മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഹെയർ വാഷാണ് സംഭവം. ഇനി പരിപാടി മണിക്കൂർ 1-2 തന്നെ വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ കൈ ഇവിടെ ആക്കുവാണ് കേട്ടോ. അവസാനം എല്ലാം റെഡിയായി. അവർ വിചാരിക്കുകയാണ് തായ്ലൻഡുകാരനെ പോലെ എന്നെ 2 സൈഡ് മുടി ഇടാൻ വേണ്ടി ആദ്യം പോയതാണ് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. ബ്യൂട്ടിഫുൾ. അല്ല, ഫുൾ ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്.
അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല. മുടി പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ. എന്റെ മുടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരും. പക്ഷെ 1.5 ആഴ്ചയായിട്ട് എന്റെ ലോങ് മുടി ഞാനും ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്ട്സ് യുവർ നെയിം? നിക്കി. ഓ, രണ്ടാമതാണ് ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ചായിരുന്നു നിക്കി. എന്റെ പുറകിലിരിക്കുന്ന ആൾക്ക് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഗസ് ചെയ്യുന്ന ഒരു 25-30 ആയിരിക്കും. പക്ഷെ എത്ര വയസ്സ്? ഹൗ ഓൾഡ് ആർ യു? 43 വയസ്സ്. കണ്ടില്ലേ? 43 വയസ്സാണ് കേട്ടോ. അതാണ്. റിമൂവ് യുവർ മാസ്ക്. കണ്ടില്ലേ? ഓ, 43 വയസ്സാണ് കേട്ടോ. ഇവിടെ 20 വയസ്സായ ആൾക്കാരെ കണ്ടാ 10 വയസ്സെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഇവരുടെയൊക്കെ ഒരു ഇത്. നമ്മുടെ എക്കയെ കണ്ടായിരുന്നു. എക്കയ്ക്ക് 32 വയസ്സുണ്ട്. പക്ഷെ എക്കയെ കണ്ടാൽ 18, 20, 22 വയസ്സുള്ള പെൺകുട്ടിയെ പോലെയാണ്. അതേസമയം എനിക്കിപ്പോൾ 24 വയസ്സ്. എന്നെ കണ്ടവര് ചിലപ്പോൾ 28, 29 വയസ്സുള്ള ആളെ പോലെയാണ് തോന്നിക്കുന്നത്. എൻ്റെ റിസൾട്ട് ഇതാണ് കേട്ടോ. എൻ്റെ റിസൾട്ട്. പക്ഷെ ഫേഷ്യൽ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഇത് ഫേഷ്യൽ അല്ലായിരുന്നു. ആക്ച്വലി മുഖത്ത് അവരെന്തൊക്കെ ക്രീം വെച്ചിട്ട് തുടച്ച് മാറ്റി. ഫേഷ്യൽ മസാജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫേഷ്യൽ ഇതില്ലായിരുന്നു കേട്ടോ. ഗുഡ്. താങ്ക് യു കപ്പങ്ക. എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് അതേ സെയിം ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകുന്നു. എൻ്റെ മുടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇത് കഴിഞ്ഞ ശേഷം നല്ല തിരക്ക്. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് പോകുന്ന സമയം 3:16 റൂമിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയാ, ഹബീബി എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. വാവ്, താങ്ക് യു കപ്പങ്ക. എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പം ഐ റിയലി ലവ്ഡ് ഇറ്റ്. അടിപൊളി. Thank you. You can wear it. Yes, I will wear today. അടിപൊളി കേട്ടോ. എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നതാണ്. പാവ ആശുപത്രി പോയിട്ട് വന്നപ്പോൾ. നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ യാത്ര തുടങ്ങുവാണ്. നമ്മൾ ചൈന ടൗണിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ചൈന ടൗണിലോട്ട് പോകാനായിട്ട് നടന്നു പോവാണ്. Are you going to use the bus for the first time in your life? Not first time. Don't lie. No, not first time. Okay. 100 time. ബാങ്കോക്കിൽ വന്നാൽ ഒരിക്കലും ബസ് എടുക്കൂല. എപ്പോഴും ടാക്സിയാണ്. ലാസ്റ്റ് അവസാനം എൻ്റെ കൂടെ ആദ്യമായിട്ട് ബസ് എടുക്കാൻ വേണ്ടി പോവാണ്. പേടിയാണ് കേട്ടോ. Don't die in Thailand. ഈ കാണുന്നത് നമ്മുടെ നാഷണൽ മോണുമെന്റ്. ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ നാഷണൽ മോണുമെന്റ്. നമ്മൾക്ക് അങ്ങോട്ട് പോയിട്ട് ബസ് എടുക്കണം. അങ്ങനെ ബസ് കയറി ചൈന ടൗണിന്റെ അടുത്തോട്ടോ. യെസ് ഹബീബിയ. അറബി പാട്ട് പാടുന്നതാണ് കേട്ടോ. നമ്മുടെ ബാങ്കോക്കിലെ ചൈന ടൗണിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഈ കാണുന്നതല്ല ഇവിടുത്തെ ഓട്ടോറിക്ഷ ടുക് വണ്ടിയാണ്. നല്ല രസമാണ്. നല്ല മറ്റേ മോഡിഫിക്കേഷൻ പോലത്തെ സൗണ്ടൊക്കെ കേട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാങ്കോക്കിലെ ചൈന ടൗൺ. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റും സംഭവങ്ങളും എല്ലാം കാണാം. മുഴുവൻ ഭക്ഷണങ്ങളും അതിന്റെ കൗണ്ടറൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലായിടത്തും തന്നെ ചൈനയിൽ അവരുടെ ആ ലൈറ്റ് വെച്ചിട്ടുള്ള ബോർഡുകൾ. ഇവിടെ എല്ലാം മസാജും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഡോറിയാന്റെ ഷോപ്പാണ്. ഒരു ഡോറിയാന് 600 രൂപ ഒരു പീസിന്. ഇവിടെ 800 രൂപ. എൻ്റെ അമ്മ എന്ത് വില. ഞാൻ ജൂണിന്റെ വീട്ടിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് കഴിക്കുന്നതാ. ഞാൻ കഴിക്കാത്തതാണ്. എനിക്ക് ധാരാളം വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമില്ല ഡൂറിയാണ്. പക്ഷെ ഡൂറിയാന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റും സംഭവങ്ങളൊക്കെയാ. ഇവിടെ കല്യാണത്തിന് വന്ന ആൾക്കാർ വരെ ഇവിടെ നിന്ന് കണ്ടില്ലേ, ഒരു ഫോട്ടോഷൂട്ട് നടത്തുവാണെന്ന് തോന്നുന്നു. അവിടെ ഏതോ ഒരു ഫോട്ടോഗ്രാഫർ എവിടെയോ ഉണ്ട് സംഭവം. ഇതുപോലെ ബോർഡെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള മസാജ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഇതാണ്. എത്രമാത്രം ടൂറിസ്റ്റുകളാണെന്ന് നോക്കിയാൽ കൂടുതലും ചൈനീസ് ആൾക്കാരാണ്. നമ്മൾ നടന്ന് രാത്രി ഇവിടുത്തെ ബുദ്ധക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാണ്. മനോഹരമായിട്ടുള്ള ക്ഷേത്രം. അതിൻ്റെ വേറെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ആ കാണുന്നത്. അതിൻ്റെ അവിടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു പാർക്കൊക്കെയാണ്. ഇത് മനോഹരം അല്ലേ. തിളങ്ങുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ
തിളക്കം നോക്കിയേ. അയ്യോ വേറെ ലെവല് സാധനം.